നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പല പ്രാരാബ്ധങ്ങളും തങ്ങളുടെ തോളിലേറ്റി ഗൾഫ് രാഷ്ട്രങ്ങളിലെത്തുന്നവർ അനവധിയാണ്. എന്നാലോ വർഷങ്ങളോളം കഷ്ടപ്പെടുന്ന പ്രവാസികൾ എന്നും കുടുംബത്തിന് ഒരു വേദന തന്നെയാണ്. ഇപ്പോഴതാ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. സൗദിയിൽ പ്രവാസി മലയാളിയെ കാണാതായതായി പരാതി ലഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ സ്വദേശി അനിൽ നായരെ കാണാതായതായി പരാതി ഉയരുകയാണ്. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിനടുത്ത് തുഗ്ബയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. AC മെയിൻ്റനൻസ് കടയിൽ ജീവനക്കാരനായിരുന്നു അദ്ദേഹം. ഈ മാസം 10 മുതലാണ് ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭാര്യ സഹായം തേടി ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ഭാര്യ കവിത ആരോപിക്കുകയാണ്. ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം പൂട്ടിയ നിലയിലാണ്. ഒരു സുഹൃത്തിന്റെ കൈവശം മുറിയുടെ താക്കോൽ നൽകിയിട്ടുമുണ്ട്. ഇദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്നോ മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി എത്തിയപ്പോൾ സ്പോൺസറുടെ സാന്നിധ്യത്തിൽ മുറി തുറന്ന് പരിശോധന നടത്തി. എന്നാൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. പെരുന്നാൾ അവധി കഴിഞ്ഞ് കട തുറന്നപ്പോൾ ഇദ്ദേഹത്തെ കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ മുറിയിൽ ഉറങ്ങുകയായിരിക്കും എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞതെന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ പറയുന്നു. ഒരു പ്രമുഖ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ പിറ്റേ ദിവസവും ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് കണ്ടപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത്. ഇദ്ദേഹത്തിന്റെ കാർ സ്ഥാപനത്തിന് സമീപം നിർത്തിയിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിനെ വാട്സാപ്പ് നോക്കിയപ്പോൾ ലാസ്റ്റ് സീൻ ഈ മാസം 12 വൈകിട്ട് 6:25 കാണിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഫോൺ പ്രവർത്തനരഹിതമാണ്. അതേസമയം ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും കൂടെ ജോലി ചെയ്യുന്നവരും അറിയാതെ ഇദ്ദേഹം എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി വിശദമായ പരിശോധന നടത്തി കഴിഞ്ഞു. സൗദി പോലീസിൽ സുഹൃത്തുക്കൾ പരാതിയും നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം എവിടെയാണെന്ന് അറിയാത്ത വിഷമത്തിലാണ് കുടുംബവും സുഹൃത്തുക്കളും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.